മണി 4 മണി അങ്ങാണ്ട് ആവാറായി. ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം എങ്ങനെ ഉറങ്ങണം ഇന്നത്തെ രാത്രി? എന്തിട്ടിവിടെ എന്തിട്ടിവിടെ കാട്ടിക്കൂട്ടിയെ. ഓ എൻ്റെ പൊന്നെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ അർജൻറ്റീനേൻ്റെ അടുത്ത് മുട്ടാനായിട്ട് ഏത് ടീമിന് വേണമെങ്കിലും ഒരുക്കിക്കോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആ ടീമിനോട് പറയണം, പൊന്നു മക്കളെ, ഒരു ഗോള് പോലെ അടിക്കരുതിട്ടാ. കാരണം ഇന്നെനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് പാവങ്ങൾ അവർ ചെയ്ത ഒരു ചെറിയൊരു കയ്യബദ്ധം എന്നൊക്കെ പറയില്ല, ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു ഗോൾ അടിച്ചാണ്. പിന്നെ എന്തിട്ടാ കാട്ടിക്കൂട്ടിയെ. ഫസ്റ്റ് ഹാഫിൽ വക്കാടം വടിനെല്ല് അലമ്പ് ഒക്കെ ആയി, അത് കഴിഞ്ഞു. അത് എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത് എനിക്ക് തന്നെ ഓർമ്മയില്ല. സെക്കൻഡ് ഹാഫിൽ ഈ ചങ്ങാതിമാർ വെറുതെ ഒരു കൗണ്ടർ ബോൾ വന്നതാണ്. അത് ഈ അർജൻറ്റീനയുടെ ഒരുത്തൻ തടുത്തിട്ട് അവർക്ക് കൊടുത്ത് അവരത് വലിയ സംഭവമാക്കി മാറ്റി. സൈഡിൽ കൂടെ പോയി ഒരു ക്രോസ് ഇട്ട് കൊടുത്താൽ മൊളീന അവനാണെങ്കിൽ യാതൊരു ബോധമില്ലാണ്ട് അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും പിന്നീന്ന് ഗോഡൻ വന്ന് ഒരു കയ്യബദ്ധം, ഗോഡന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് എനിക്കിപ്പോൾ മനസ്സിലാവണേ. അത് കഴിഞ്ഞിട്ട് തൊട്ടായിരുന്ന സംഭവം പൂരങ്ങളുടെ പൂരം എന്ന് പറയണ പോലെ, വെടിക്കെട്ടിൻ്റെ പോലെ, തിരമാല പോലെ ഈ 10 ആർത്തരമ്പി വരണം. ഇവർക്ക് വല്ല ബോധമുണ്ടോ? ഇവരുടെ വിചാരം ഈ 21 വയസ്സും 25 വയസ്സിനെ പോലെ മെസ്സി 10 ആളെ ഡ്രിബിൾ ചെയ്ത് പെനാൽറ്റി ബോക്സിൽ വന്ന് ഒറ്റയ്ക്ക് ഗോളടിക്കും, അത് കാരണം കൊണ്ട് മെസ്സിനെ ഇങ്ങോട്ട് അടുപ്പിക്കണ്ട, അപ്പം നമ്മൾക്ക് ഓക്കെ എന്നുള്ള മട്ടിൽ ഇവർ മെസ്സിനെ അങ്ങോട്ട് മേയാൻ വിട്ടേക്കണം. എവിടേക്ക്? മറ്റേ നമ്മൾ പറയില്ലേ അകലങ്ങളിലേക്കെന്ന് പറയണ പോലെ. ഇവരുടെ വിചാരം മെസ്സിയൊന്നും ഈ വിങ്ങിൽ നിന്നൊന്നും ചെയ്യാൻ പോണില്ല, വയസ്സായില്ലേ, കിളവനല്ലേ എന്നൊക്കെയാണ് ഇവരെങ്ങനെയാണ് വിചാരിച്ചതുണ്ടോ? പാട്ടക്കം പോലെയാണ് പറഞ്ഞ ക്രോസുകൾ. അത് ഏട്ടത്തെക്കാലും വലത്തെക്കാലും മാറി മാറി കോർണറാണെങ്കിൽ എല്ലാം മെസ്സി എടുത്ത്, ചിലത് കറക്റ്റ് പാകത്തിന്, ചിലതാണെങ്കിലോ ഗ്രൗണ്ട് ബോൾ കൊടുത്തിട്ട് തിരിച്ച് അത് 4 തവണയാണ് മെസ്സി ആവർത്തിച്ചു. ഇങ്ങോട്ട് കൊടുക്കാൻ തിരിച്ചെടുക്കുക. ഈ പഹയന്മാർ അതിൻ്റെ ഉള്ളിൽ ബോക്സിനുള്ളിൽ കിടന്ന് ഇവരുടെ വിചാരം എന്നിട്ടാ ഇവിടെ വരെ സംഭവമൊന്നും കുഴപ്പമൊന്നുമില്ല. മെസ്സി ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന് ഉണ്ടാക്കണ ഗെയിം അത് എനിക്കൊരു പുതിയൊരു ശൈലിയാന്ന് തോന്നുന്നുണ്ട്. ഈ ടോപ്പ് ക്ലാസ് പ്ലെയർ വലിഞ്ഞിട്ട് വിങ്ങിലെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി തൻ്റെ ഷോൾഡറിൽ എടുത്തിട്ട് കൊടുക്കണ ഓരോ ക്രോസുകളും നെഞ്ച് തുളഞ്ഞ് കയറുന്ന വെടിയുണ്ട പോലെയാണ്. എന്തിട്ട് കാട്ടിക്കൂട്ടണേ. മെസ്സിനെ ഗോളടിപ്പിക്കില്ല എന്നുള്ള വാശിയില്ലാതുകൊണ്ട് ഇവർ കിടന്ന് കാട്ടിക്കൂട്ടണം. മെസ്സി എന്താണ് പിള്ളേരെ കൊണ്ട് നൈസായിട്ട് ഗോൾ അടിപ്പിക്കാതെ തന്നെയാണ് ബാധിച്ചത്. അതിപ്പോൾ 2-1 നിന്ന് ഭാഗ്യം, ഒരു 5-1 6-1 മെക്കാലിസ്റ്ററിൻ്റെ 2 എണ്ണമാണ് ബാർബടിച്ചത്. ഒരെണ്ണം ഹെഡർ ലെഫ്റ്റ് പോസ്റ്റുമേയും ഒരെണ്ണം സെക്കൻഡ് പോസ്റ്റുമേയും ഒരു കാർപ്പറ്റ് ഷോട്ട്. ഒരു ഹെഡർ ഇതുപോലെ തന്നെ മെക്കാലിസ്റ്ററിൻ്റെ തോന്നുന്നു, അല്ല അത് ഗോൺസാലിസിനെ തോന്നുന്നു പിക്ഫോർഡ് സേവ് ചെയ്തത്. തുടരെ ആക്രമണം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയും, മെസ്സി എന്ന് പറഞ്ഞ മനുഷ്യൻ, നിങ്ങൾ എനിക്കറിയില്ല, പന്ത് കളി കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഈ മനുഷ്യനൊന്നും ട്രോളല്ല കേട്ടോ. നിങ്ങൾ വെറുതെ കൂട്ടുകാരന്മാരെ പിരിപിടിപ്പിക്കാനാണെങ്കിൽ നിനക്ക് തമാശക്ക്, ഇതൊക്കെ വേറെ ലെവല മച്ചന്മാരെ. നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. ഇന്നത്തെ കളി എന്തിട്ടവൻ കാട്ടിക്കൂടിനെ കിടന്നിട്ട്. ഹോ, മനുഷ്യന് ഉറക്കം വരില്ലാന്ന്. ഇന്നത്തെ ദിവസം ഉറക്കം വരുന്നില്ല. ഞാൻ കേട്ടെ, ഈ ജൂഡ് ബെല്ലിങ്ങാം അവൻ ഭയങ്കര പീക്ക് ഫോമിലേക്ക് വരുന്നു. അപ്പോൾ ഓക്കെ, സംബന്ധിച്ച് നല്ല പ്ലെയറാണ്. അവന് വല്ല ബോധമുണ്ടോ? ഈ മാതിരി ജെൻറ്റിൽ പ്ലെയറിൻ്റെ അടുത്ത് മുട്ടാൻ ചെന്നേക്കണം പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മെസ്സിയുടെ അടുത്തേ അവൻ ഇങ്ങനെ നിന്നിട്ട് അവൻ്റെ ഒരു ആക്ഷൻ, അവനൊക്കെ മെസ്സിനെ കണ്ട് പഠിച്ച് കളി അവൻ്റെ നിന്ന് പഠിക്കുന്നതിന് പകരം വെറുതെ അങ്ങോട്ട് മുട്ടാൻ ചെല്ല. എത്ര തവണ അവൻ വെല്ലുവിളിച്ച ഈ ഗെയിമിൽ നിങ്ങൾ നോക്ക്. അവസാനം അവൻ്റെ ഒരു കണ്ണീരും. നമുക്ക് ചില പ്ലെയേഴ്സിനോട് ഇങ്ങനത്തെ ഈ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ റെസ്പെക്റ്റും പോകും. അപ്പോൾ ഈ ഇംഗ്ലണ്ടിൻ്റെ കുറേ പേര്, ഞാൻ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും മനോഹരമായിട്ട് കളിക്കുന്ന ടീം ജയിക്കണം. അത് ഏത് ടീമായാലും, അർജൻറ്റീന ആയാലും ഇംഗ്ലണ്ട് ആയാലും. പക്ഷേ ഇതിനൊക്കെ മുന്നോടിയായിട്ട് ചില തള്ളലുകളാണ്. ആ ബെല്ലിങ്ങാം ഇവിടെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അപ്പടി ഇപ്പടി എന്ത് ചെയ്തെന്ന് പറയണേ. ഇവരൊന്നും ആ പിക്ചറിലില്ല ഒരാളും. ആരിക്കാനില്ല, ബെല്ലിങ്ങാമില്ല, കില്ലിങ്ങാമില്ല, ആരിലും ഒക്കെ പോയി. ആ ഡീപ്പോളും മെസ്സിയും കൂടി വന്ന് പിന്നെ ഒരു തുടങ്ങിയണ്ട. എപ്പോഴും സ്റ്റാർട്ടിങ് ലെവലുള്ള കോമ്പിനേഷനാണ്. ഇത്തവണ സ്കാലോണി വേറൊരു അടവെടുത്തിട്ട് സിമിയോനിയുടെ മോനെ കൊണ്ട് ഇറക്കി വിട്ടു. അവൻ കിടന്നൊരു മേലങ്ങോട്ട് മേഞ്ഞു ഫസ്റ്റ് ഹാഫ്.
ആ ഭാഗം ക്ലീനാക്കി കൊടുത്ത് പുല്ലുവെട്ടി മെഷീൻ പോലെ. പ്രസ്സിങ് ഗെയിം എന്ന് പറഞ്ഞിട്ട് പ്രസ്സിങ് മാത്രമല്ല ഉന്തൽ തള്ളലൊക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടി ഏകദേശം ഒരു 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 അവിയിൽ പരുവും പോലെയായി ഫസ്റ്റ് ഹാഫ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടപ്പ എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷനാണ്. നിക്കോ ഗോൺസാൽസ് വന്നു, ഓട്ടമണ്ടി വന്നു, ഡീപോൾ വന്നു, പഴയ താപ്പാനകളൊക്കെ ഇറങ്ങി രംഗത്ത്. പിന്നെ കാണുന്നിട്ടാ ഒരു മാലയമ മുത്തുമണി കോർത്ത പോലെ ടെക് 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 പാസുകൾ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട്. അത് പ്രോഗ്രസീവ് പാസുകളുടെ എണ്ണം കൂടി തുടങ്ങി. ബാക്കിലേക്ക് പോലെയല്ല, പ്രോഗ്രസീവ് പാസുകളുടെ എണ്ണം കൂടി തുടങ്ങി. പിന്നെ ബും 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 ഷെല്ല് പോന്ന പോലെ ഇവിടുന്ന് ഓരോ ഹെഡർ ഓരോ ബോളും മെസ്സിയുടെ കാലിൽ നിന്ന് പോകുമ്പോഴും അത് ഓൾമോസ്റ്റ് 90% ഗോളാന്നുള്ള മട്ടിലാണ് നമ്മളത് കാണാം. അമ്മാതിരി സാധനങ്ങളാണ് ഇവിടുന്ന് കയറ്റി വിടണേ. അതിന് ഇവർക്ക് ഇതിനുള്ള ബോധമുണ്ടോ എന്ന് ചോദിക്കും, ഇവരുടെ കോച്ചിനോ പ്ലേയേഴ്സിനോ. അതായത് ഇവരുടെ വിചാരം എന്താ, മെസ്സിയുടെ ക്രോസ് അവിടെ നിൽക്കട്ടെ, മെസ്സി മറ്റേ ഡ്രിബിളിങ്ങിലും പെനാൽറ്റി ബോക്സിലും വന്നിട്ടുള്ള മായാജാലല്ലേ. ആ മനുഷ്യൻ ഇതൊക്കെ ജനിച്ചത് തന്നെ ഇമ്മാതിരി സർക്കസിന് വേണ്ടിയിട്ടാണ്. പന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാൽപന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരമാണ്, ഭ്രാന്താണ്. ഏത് പാതിരാത്രി ഏത് ടൂർണമെൻറ്റ് വിളിച്ചാലും വരും. എത്ര തവണ ലോകകപ്പ് കിട്ടിയാലും ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ കാലിങ്ങനെ കിടന്ന് വിറയ്ക്കും. 2 പാസ് കൊടുക്കാനും 2 അസിസ്റ്റ് കൊടുക്കാനും 2 ഗോൾ അടിക്കാനും. അത് അവരുടെ തലയിലുള്ള സാധനങ്ങളാണ്. അതൊന്നും നമുക്കൊന്നും പിടിച്ചു കിട്ടാൻ പറ്റില്ല, നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആരുടെ അടുത്തിന് മുട്ടണമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഷോ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റില്ല നിന്നിട്ട് കളി കണ്ടിട്ട്. ഈ ചങ്ങാതിയാണെങ്കിൽ ഇടയ്ക്ക് ഒരു കരച്ചിലും. എൻ്റെ ദൈവമേ, എനിക്ക് ആ മറഡോണയുടെ കാര്യം ആലോചിക്കും, മെസ്സിയുടെ കാര്യം ആലോചിക്കും. ഇത് എങ്ങനെ ഉറങ്ങണേ? എന്തിനും ഇവരിങ്ങനെ നമ്മളെ ഒരു ഉറക്കം കെടുത്തണമെന്ന് ഞാൻ ചോദിക്കണേ. ഇമാതിരി ഐറ്റംസിന് ഇവർ കാണിച്ചു വെക്കണേ. ഷോ ഞാൻ എൻസോനെയും ലോട്ടാറോ മാർട്ടിൻസിനും കുറച്ച് കാണാനില്ല കേട്ടോ, സ്കോർ ചെയ്ത് അവരാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു പ്ലെയറിൻ്റെ പൊസിഷൻ, ഒരു പ്ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഒരു ക്യാപ്റ്റൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അതിനൊരു ബൗണ്ടറീസിൻ്റെ ലിമിറ്റ് ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ സാധാരണ പന്തുകളിൽ കഴിയുന്ന പൊസിഷനിന്. ഈ മനുഷ്യന് അങ്ങനെ ഇല്ലയെന്ന്, ലിമിറ്റ് ഇല്ലയെന്ന് ഇവൻ തെളിയിക്കുകയാണ്. ബാക്കിലേക്ക് നിങ്ങൾ കഴിഞ്ഞ 2 കളി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെസ്സിനെ പൂട്ടാനായിട്ട് ബോക്സിൻ്റെ അവിടെ അണിനിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് നൈസായിട്ട് ചുള്ളൻ ബാക്കിലേക്ക് വലിച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് നടക്കും. ഇവരിതൊക്കെ മുമ്പ് മെസ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഇവൻ്റെ ഈ ബാക്കിലേക്ക് ഇറങ്ങിയിട്ടുള്ള പരുങ്കലും പതുങ്കലും കണ്ട് പകയ്ക്കാറെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കിട്ടുമ്പോൾ ടപ്പേന്ന് പടക്കം കിട്ടുമ്പോൾ മനസ്സിലാവണം. ഇപ്പോൾ ഓരോ ടീമുകാരും ഓരോ കോച്ചുമാരും മെസ്സി ഇത് എത്ര നാളിത് പഠിപ്പിക്കും. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളല്ല സാറന്മാരേന്ന്. ഹോ ഇന്ന് ഉറക്കം കിട്ടാൻ ഞാൻ ഇപ്പോൾ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത്. ആകെ പ്രാന്ത. ഇതിപ്പോൾ ജയിച്ചാലും കുഴപ്പമില്ല ഒന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തലേന്ന് പോകണില്ല ഓരോ നീക്കങ്ങളും. പിന്നെ എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ കുറേ ആൾക്കാരുണ്ട്. എനിക്കറിയില്ല നിങ്ങൾ എന്ത് ഭാവിച്ചു. നിങ്ങൾ ചിലവരൊക്കെ പറയണം മെസ്സിക്ക് പെനാൽറ്റി അടിക്കാൻ അറിയില്ല, ഹൈപ്പിഡപ്പ് താരാണ്, അവൻ ഫിഫയായിട്ട് കമ്പനിയാണ്, ഫിഫയാണ് അവൻ്റെ ജയിപ്പിച്ച് വിടണേ. നിങ്ങൾ ദയവേത് പന്ത് കളിയാണെന്ന് നിർത്ത്. നിങ്ങൾ വേറെ വല്ല പരിപാടിയല്ല, ക്യാരം ബോർഡ് കളിക്കാനോ അല്ലെങ്കിൽ വല്ല അരീസായ കളിക്കാനോ അങ്ങനെ വല്ല പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങും. കൂടിയ അമ്മാതിരി സാധനങ്ങളാണ് ഇവിടെ പടച്ചു വിട്ടാണ് ഈ അർജൻറ്റീന പ്ലേയേഴ്സ്. ഇനി നമുക്ക് ഫൈനലിൽ നല്ലൊരു ഗെയിം കാണുമെന്ന് വിചാരിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ ഫാൻസിനോടും പറയണത്, നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്ത് ഒക്കെ ഫൈൻ, നല്ല ഗെയിമിനെ പ്രോത്സാഹിപ്പിക്കുക, അതിലൊരു സന്തോഷം കണ്ടെത്തുക. വെറുതെ ഇടികൂടി ബഹളടിച്ചിട്ട് ഉള്ള വില നിങ്ങളുടെ വില കളയണ്ട. അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ പറ്റി 4 ആളോട് പറയുമ്പോൾ മാന്യത നിങ്ങൾ കാത്തു പാലിക്കാൻ ശ്രമിക്കുക. ഈ മെസ്സിനെ കുറിച്ചൊന്നും നെഗറ്റീവ് അടിച്ച് നിങ്ങൾക്ക് വെറുതെ ഇതാണ്. ആ സമയം വേറെ വല്ല പരിപാടികൾക്ക് ഇറങ്ങാൻ ഞാൻ പറയാം. ഈ മെസ്സിയോട് ഒരു അപേക്ഷ ഉണ്ട് ചങ്ങാതി, നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ സന്തോഷിപ്പിക്കല്ലേ, ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും, മനസ്സിലായി, കരയിപ്പിക്കല്ലേ. ഇതിങ്ങനെ ആലോചിച്ച് ടാമ്പോ. എന്നാലും ഞാൻ ഇനിയെങ്കിലും ഉറങ്ങാൻ നോക്കട്ടെ. ടാമ്പോ.